കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചെന്ന പരാതിയിൽ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ജില്ലാ കളക്ടർക്ക് കൈമാറും. കണ്ണൂർ ADM PN പുരുഷോത്തമൻ കഴിഞ്ഞ ദിവസം പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, സൂപ്രണ്ട്, പയ്യന്നൂർ തഹസിൽദാർ തുടങ്ങിയവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. റിപ്പോർട്ട് ജില്ലാ കളക്ടർ പരിശോധിച്ച ശേഷം സർക്കാരിന് സമർപ്പിക്കും. വീഴ്ച വരുത്തിയവർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടായേക്കും. ഫ്രീസറില്ലാത്ത ആംബുലൻസിൽ രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോയതിനെതിരെ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. ഷഹദ് റഹ്മാനുണ്ട് വിശദാംശങ്ങളുമായി. ഷഹദ്, കഴിഞ്ഞ ദിവസം കളക്ടറുടെ പ്രതികരണമൊക്കെ വിഷയത്തിൽ വന്നതാണ്. പക്ഷേ ഒരു രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടമായ ആളാണ് രാജേഷ്. രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചെന്നൊരു ഗുരുതര ആരോപണം കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉന്നയിച്ചിരുന്നു. ഇതിലിപ്പോൾ റിപ്പോർട്ട്, അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിൽ ചൂണ്ടിക്കാണിക്കുക? നടപടിക്ക് സാധ്യതയുണ്ടോ? വീഴ്ച കണ്ടെത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ നടപടി, അത് കർശന നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജേഷിന്റെ കുടുംബം അത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. കാരണം മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു. ഈ ഫ്രീസർ ഇല്ലാത്ത ആംബുലൻസ് ആണ് രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോകുന്ന സമയത്ത് വിട്ടു നൽകിയിട്ടുള്ളത് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കുടുംബം ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് സർക്കാർ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ഉടൻ തന്നെ ജില്ലാ കളക്ടറോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കൈമാറാൻ പറയുകയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ ADM-നോട് ഇക്കാര്യം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ, അതായത് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ADM ആയിട്ടുള്ള PN പുരുഷോത്തമൻ കഴിഞ്ഞ ദിവസം പരിയാരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ, ഒപ്പം തന്നെ സൂപ്രണ്ട്, പയ്യന്നൂർ തഹസിൽദാർ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ മൊഴിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന കാര്യം ഇന്ന് ജില്ലാ കളക്ടർ പരിശോധിക്കും. അതിനുശേഷമാകും അന്തിമ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുക. സർക്കാരിലേക്ക് സമർപ്പിച്ച ശേഷം ഈ വിഷയത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണോ വീഴ്ച സംഭവിച്ചത് അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് സാധ്യത എന്ന കാര്യമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ശരി, വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.